എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഫെഡറൽ ബാങ്കിലേക്ക് ജോലി അവസരമുണ്ട്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫെഡറൽ ബാങ്കിലേക്കുള്ള വേക്കൻസിയാണ് നോക്കുന്നത്. ആദ്യത്തേത് റീറ്റെയിൽ അസറ്റ്സ് സെക്യൂർഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 26. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിനെ നോൺ IBA സ്ട്രക്ചറിലേക്ക് വിവിധ പെർമനൻ്റ് റോളുകളിലേക്കാണ് നിയമനം വരുന്നത്. സ്ഥിരജോലിയാണ്. വേരിയസ് ലെവൽ ഇൻ പെർമനൻ്റ് റോൾ അണ്ടർ നോൺ IBA സ്ട്രക്ചർ. നിങ്ങൾക്ക് ജോലി വരുന്ന ഡൊമൈൻസ് വരുന്നത് റീറ്റെയിൽ അസറ്റ്സ്, ഹൗസിംഗ് ലോൺ, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, ഓട്ടോ ലോൺ എക്സെട്ര ബ്രാഞ്ച് ചാനൽ, അല്ലെങ്കിൽ റീറ്റെയിൽ അസറ്റ്, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, DSA ചാനൽ. ഇതിൽ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 വയസ്സാണ്. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ആസ് റിലേഷൻഷിപ്പ് മാനേജർ ഇൻ മോർട്ട്ഗേജ് പ്രൊഡക്റ്റ്. ശമ്പളം വരുന്നത് എത്രയാണെന്ന് നോക്കാം. ശമ്പളം ആനുവലി 4.6 lakhs ആയിരിക്കും ശമ്പളം കിട്ടുന്നത്. മാക്സിമം 10.06 lakhs വരെ ആയിരിക്കും ശമ്പളം വരുന്നത്. അതുപോലെ തന്നെ സെലക്ട് ആവുന്നവർക്ക് എല്ലാവിധ ഇൻസെൻറ്റീവ്സും പെൻഷനും ഗ്രാറ്റുവിറ്റിയും കിട്ടുന്നതായിരിക്കും. ജോലിയുടെ ലൊക്കേഷൻ എവിടേക്കാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ആവുന്നവർക്ക് 1 year പ്രൊബേഷൻ ഉണ്ടായിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റിംഗ്, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. 10th ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, +2ൻ്റെ മാർക്ക് ഷീറ്റ്, ഗ്രാജുവേഷൻ മാർക്ക് ഷീറ്റ്, ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, PG ഉണ്ടെങ്കിൽ PG മാർക്ക് ഷീറ്റ്, അഡ്രസ് പ്രൂഫായിട്ട് ആധാർ, വോട്ടേഴ്സ് ID, പാസ്പോർട്ട് അല്ലെങ്കിൽ ലൈസൻസ്, പാൻ കാർഡ്, ലാസ്റ്റ് 3 months പേ സ്ലിപ്പ്, വർക്ക് എക്സ്പീരിയൻസിൻ്റെ പ്രൂഫ്, ലേറ്റസ്റ്റ് പെർഫോമൻസ് റേറ്റിംഗ് അല്ലെങ്കിൽ അപ്രൈസൽ ഡോക്യുമെൻറ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ വെക്കാം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫെഡ് റിക്രൂട്ട് ആപ്പിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മെയിലിൽ ഈ ആപ്പിൻ്റെ ലിങ്ക് വരും. ആ ലിങ്ക് വഴിയാണ് നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. അപ്പോൾ ലൊക്കേഷൻ, ജോലിയുടെ ലൊക്കേഷൻ വരുന്നത് ഇവിടെയാണ്. റീറ്റെയിൽ അസറ്റ്, ഹൗസിംഗ് ലോൺ, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, ഓട്ടോ ലോൺ എക്സെട്ര ബ്രാഞ്ച് ചാനലാണെങ്കിൽ വേക്കൻസി ഉള്ള സ്റ്റേറ്റ്സ് ആന്ധ്രാപ്രദേശ്, ഡൽഹി, ഗോവ, ഗുജറാത്ത്, ഹരിയാന, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. കേരളത്തിൽ വേക്കൻസി ഇല്ല. ബാക്കിയുള്ള സ്റ്റേറ്റ്സിലാണ് വേക്കൻസി ഉള്ളത്. ഇനി റീറ്റെയിൽ അസറ്റ്, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, DSA ചാനലാണെങ്കിൽ വേക്കൻസി ഉള്ളത് ഡൽഹി, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാടു സ്റ്റേറ്റ്സിലാണ്. തെലങ്കാനയിലുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സിലാണ് വേക്കൻസി ഉള്ളത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഫെഡറൽ ബാങ്ക് careers.zappihire.com എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്താൽ മതി. സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ്റെ അടുത്ത് അപ്ലൈ എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്ലൈ കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുത്ത് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫെഡറൽ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.